കുറേ കാലമായില്ലേ തെയ്യം കാണാൻ പോയിട്ട്. തെയ്യ സീസൺ തുടങ്ങിയിട്ട് ആദ്യത്തെ തെയ്യം. സംഭവം കുറച്ച് കിലോമീറ്റർ അധികം പോകാനുണ്ട്, 10-20 കിലോമീറ്റർ വരണം എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട്. പക്ഷേ എങ്കിലും നമ്മ എല്ലാ കൊല്ലം ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഇന്ന് ആളെണ്ണത്തിന് കുറച്ച് കുറവുണ്ട്, എന്നാലും പവറിന് കുറവൊന്നുമില്ല. കറക്റ്റ് ടൈമാണ് ഒരു തെയ്യം കഴിയാൻ പോകുന്നത്. ഞാൻ തെയ്യം കണ്ടു വരുമ്പോ ഇവര് നിന്നെടുക്ക തന്നെ ഒരനക്കൂല. അപ്പൊ ഓളും പൂരം കുഴപ്പം. ഇത് പിന്നെ സ്ഥിരൂല, അതുകൊണ്ട് പിന്നെ അത് കാര്യമാക്കണ്ട. നമ്മളെ കുഴപ്പം കേട്ടിട്ടാന്ന് തോന്നുന്നു നാട്ടുകാർ ഓടിയെത്തിയിട്ടുണ്ട്. നാട്ടിലത്തെ കുറെ ആളുണ്ട് ഇവിടെ. ഒപ്പരം വന്ന 2 സൈഡായി കസാരയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പോവാനുള്ള പരിപാടി നോക്കിയിട്ടാ ഇരിക്കുന്നത് തോന്നുന്നു കണ്ടിട്ട്. നമ്മ തെയ്യം കഴിയാണ്ട് പോവുകയും ചെയ്യില്ലല്ലോ. നമ്മളെ നാട്ടിൽ അറിയക്കാരിലെ മെയിൻ തെയ്യായിട്ടുള്ള തെയ്യങ്ങൾ തന്നെയാണ് ഇവിടെ. അതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങോട്ടൊരു ചായ്വ് കൂടുതലാണ് നമുക്കിപ്പോൾ. ഇവിടെ നിന്ന് തെയ്യെല്ലാം കണ്ട് നമുക്ക് വീട്ടിൽ പോയാലും സമയം കുറേ ആയി, നട്ടപ്പാതിരായി. എവിടെ എത്ര 10-20 കിലോമീറ്റർ അതിന് പോകണം വീട്ടിലേക്ക്. നേരെ വീട്ടിൽ പോയിട്ട് കാര്യമില്ല, ആടെ ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഫുഡും കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ തെയ്യം കാണാൻ പോയെടുക്കുന്ന ഒരു 10 കിലോമീറ്റർ റിട്ടേൺ വന്നാൽ നമുക്ക് മാതമംഗലം എന്ന് പറഞ്ഞ സ്ഥലം കിട്ടുള്ളൂ. മാതമംഗലത്ത് എത്തിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ വിത്ത് ഫാമിലി. എല്ലാവർക്കും ഒന്നും ഫുഡ് വേണ്ട, ഇവരെല്ലാം വീട്ടിൽ തന്നെ ഫുഡ് കഴിച്ചിട്ട് വന്നതാണ്. നമ്മൾ പിന്നെ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടല്ല. അതുകൊണ്ട് ഞാൻ ചന്തു ഓരോരോ അൽഫാം പറഞ്ഞു, ഇവരോരോ ഷെയ്ക്കും പറഞ്ഞു. ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുത്തുന്നുണ്ട്. ഫുഡെല്ലാം അതുകൊണ്ട് കിട്ടില്ല തന്നെ, കുഴപ്പമൊന്നുമില്ല, സെറ്റാവും. ഷെയ്ക്കിന് കുറച്ച് മഞ്ഞ കളർ കുറഞ്ഞെന്ന് പറയുന്നുണ്ട് അവർക്ക് ആ ഒരു സങ്കടമുണ്ട്. അവർ മാംഗോ ഷേക്കാ പറഞ്ഞ, അത്രക്ക് മഞ്ഞ കളർ വന്നിട്ടാ പോലും. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഫുൾ പവറിൽ നാട്ടിലേക്ക്. എന്തിനോ ഇത്ര പവർ, ഇനി ഉറങ്ങല്ലോ വേണ്ട.